നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസിന് സംഭവിച്ചത് കണ്ടില്ലേ? ചെറിയ അവഗണനകളും മാറ്റിവെക്കലുകളും ചിലപ്പോൾ നമുക്ക് സ്വയം തിരുത്താൻ പോലും കഴിയാത്ത വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. നവാസിന് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ അല്പം ശ്രദ്ധിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളില്ലേ ഹൃദയവുമായി ബന്ധപ്പെട്ട്? അതെന്തൊക്കെയാണെന്ന് നമുക്ക് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ സരിൻ പറയുന്നത് കേൾക്കാം. നമ്മളെല്ലാവരും വളരെ നടുക്കത്തോടു കൂടി കേട്ട, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു മരണമാണ് ദിവസങ്ങൾക്ക് മുമ്പേ നടന്നത്. കലാഭവൻ നവാസിന്റെ മരണം. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണം അല്ലെ. ഒന്നാമത് മരിക്കാനുള്ള ഒരു പ്രായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ്. ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചിട്ടയായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ആദ്യം കേട്ട വിവരങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. ആ ദിവസം രാവിലെ അദ്ദേഹത്തിന് ചെറിയ നെഞ്ചുവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ ഡോക്ടറെ വിളിച്ചപ്പോൾ ഉടൻ തന്നെ ECG എടുക്കണമെന്നും ആ ECG അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമെന്നൊക്കെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലെ. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു തിരക്കിൽ നിൽക്കുകയാണ്, ജോലി തിരക്കിൽ നിൽക്കുകയാണ്, എസ്പെഷ്യലി ഒരു ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളല്ല, എത്രയോ ആളുകളുടെ അധ്വാനാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ചെറിയൊരു നെഞ്ചുവേദനയല്ലേ നാളെ നോക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിയില്ല, ECG എടുത്തില്ല എന്നാണ് മനസ്സിലാവുന്നത്. അത് ഒബ്വിയസ്ലി തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും താൻ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടരുത് എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കാം ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹവും സാരല്ല നാളെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം നമ്മളോട് പറയുമ്പോൾ ഒരിക്കലും സാരല്ല നാളെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ചിലപ്പോൾ ഇത്തരത്തില് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ എത്രത്തോളം നമുക്ക് അല്ലെ, നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഒന്ന് രാവിലെ അദ്ദേഹം ഈ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ തന്നെ ഒന്ന് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ജീവനോടുകൂടി ഇരുന്നേനെ എന്നുള്ള ഒരു ചിന്ത അല്ലെ, അത് ഒബ്വിയസ്ലി എല്ലാവർക്കും വരും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഇടയിൽ എത്രയോ പേർ ഇങ്ങനെ മരിക്കുന്നുണ്ട്. അതായത് ദുശീലങ്ങളില്ലാതിരുന്ന, ഒബ്വിയസ്ലി ഇങ്ങനെ ആരോഗ്യവാന്മാരായിരുന്നു എന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നിരുന്ന പലവരും, കമ്പാരിറ്റീവ്ലി ഹെൽത്തി എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലരും ഇത്തരത്തിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ കേൾക്കുന്നത് പെട്ടെന്ന് മരിച്ചു എന്നാണെങ്കിൽ പോലും പലപ്പോഴും നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ശരീരം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ചില ബുദ്ധിമുട്ടുകൾ ശരീരം നമ്മളോട് പറഞ്ഞാൽ ഒരിക്കലും അത് വെച്ചിരിക്കരുത്. നാളെ ആവാം, പിന്നെ ആവാം എന്ന് കരുതരുത്. ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ ഈ നെഞ്ചുവേദനയെ നമ്മൾ ലഘൂകരിക്കും. ഗ്യാസ് കൊണ്ടാണ് എന്ന് കരുതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന, പലപ്പോഴും ഒരു ഗ്യാസിന്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ നെഞ്ചുവേദന മാറും ചെയ്യും. പക്ഷെ അത് ഗ്യാസ് ആയതുകൊണ്ടല്ല. ഈ നെഞ്ചുവേദനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം നമ്മളോട് പറയുകയാണ്, അതായത് ചില ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നുള്ളത് നമ്മളോട്, അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തരം നെഞ്ചുവേദന ആയിരിക്കാം തുടക്കത്തിൽ. പക്ഷേ അത് എൻഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിലായിരിക്കാം. അപ്പോൾ ഏത് തരം നെഞ്ചുവേദനകളാണ് നമ്മൾ ഒരിക്കലും ഗ്യാസ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഗ്യാസിനും നെഞ്ചുവേദന വരാം, മസിൽ പെയിനും നെഞ്ചുവേദന വരാം. ഇത്തരത്തിൽ ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുകൾക്കും ഒരു പ്രാഥമികമായിട്ടുള്ള ലക്ഷണം എന്നുള്ള രീതിയിൽ നെഞ്ചുവേദന വരാം. പക്ഷേ ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാവുന്ന നെഞ്ചുവേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചില് ഒരു ഖനം കയറ്റി വെച്ച, ഒരു ഭാരം കയറ്റി വെച്ച പോലെയായിരിക്കും. അതായത് നമ്മുടെ നെഞ്ചിലൊരു ടൈറ്റ്നെസ്, ഒരു മുറുക്കം. പലരും പറയുന്നത് നമ്മുടെ നെഞ്ചിൽ ഒരു 10-20 കിലോ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനെ ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ഇട്ട് കെട്ടിങ്ങനെ വരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്കിന്റെ മുന്നേ വരുന്ന ഇത്തരത്തിലുള്ള സൂചന ആയിട്ടുള്ള നെഞ്ചുവേദനയിൽ ഉണ്ടാവുക. അതായത് എ ഫീലിംഗ് ഓഫ് ടൈറ്റ്നെസ് ഓർ എ ഫീലിംഗ് ഓഫ് ഹെവിനെസ്. മനസ്സിലായോ? പിന്നെ പലപ്പോഴും ഈ വേദന റേഡിയേറ്റിംഗ് ആയിരിക്കും. അതായത് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ ഇടതുഭാഗത്തെ കൈയിലേക്ക് മാത്രം. ഈ ഇടതുഭാഗത്തെ കൈയിലേക്ക് മാത്രം എന്നുള്ളതല്ല. നമുക്ക് നെഞ്ചുവേദന ഈ ഭാഗത്തായിട്ട് എവിടെ വേണമെങ്കിലും വരാം. അത് അവിടെ നിൽക്കാതെ ചില സന്ദർഭങ്ങളിൽ ഇടത് കൈയിലേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് ഒക്കെ റേഡിയേറ്റ് ചെയ്യാം. അത് ഇടത് കൈയിലേക്ക് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചുമലിലേക്ക്, പുറം ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷത്തിലേക്ക്, ഇങ്ങനെ ഈ ഒരു ഇടത് ഭാഗത്തിലേക്ക് നെഞ്ചിൽ മാത്രമാവുകയല്ലാതെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും. അതിങ്ങനെ പടരുന്ന പോലൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എപ്പോഴും ഉണ്ടാവുന്നല്ല കേട്ടോ പറയുന്നത്. പിന്നെ ഡിസ്നിയ ഓൺ എക്സേർഷൻ. അതെന്താണ്?
നിങ്ങൾ എന്തെങ്കിലും ആയാസകരമായിട്ടുള്ള അതായത് ഇപ്പോൾ ആയാസകരമായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി ചെയ്യണം എന്നല്ല, മുമ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ചില പണികൾ തന്നെ ഇപ്പൊ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസം മുട്ടുക അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക, ബുദ്ധിമുട്ട് വരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുമ്പ് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കയറിക്കൊണ്ടിരുന്നിരുന്ന ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങോട്ട് കയറാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. മുമ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിതയ്ക്കുന്നു, ചെറുതായിട്ട് നെഞ്ചിന് ബുദ്ധിമുട്ട് വരുന്നു, ശ്വാസം മുട്ടൽ പോലെ വരുന്നു. അപ്പോൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു പ്രവൃത്തി ഇപ്പൊ ചെയ്യുന്ന സമയത്ത്, അതായത് വലിയ ആയാസകരമായിട്ട് അല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു. പിന്നെ ഹൃദയം പാൽപിറ്റേഷൻ, അതായത് ഹൃദയമിടിപ്പ് പെട്ടെന്ന് ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. മനസ്സിലായോ? അതിനെയാണ് പാൽപിറ്റേഷൻ എന്ന് പറയുക. ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയരുന്നു, അത് ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ആ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അതിന് ഓർത്തോപ്നിയ എന്നൊക്കെ പറയും, അതായത് നമുക്ക് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരിക, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് വരിക, അപ്പം നമുക്ക് എഴുന്നേറ്റ് ഇരിക്കേണ്ടതായിട്ട് വരിക. പലരും 1-2 ചാലിങ്ങനെ നടക്കും, അല്ലെങ്കിൽ ജനലിന്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് തോന്നുക നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയാണ്. അപ്പം നമ്മൾ ജനലിന്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലൊക്കെ ഒന്ന് ഭേദാവും. പക്ഷേ അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലൈയിങ് ഡൗൺ പൊസിഷനിൽ ഉണ്ടാവുന്ന ശ്വാസം മുട്ടലാണ്. പലപ്പോഴും നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് പോയി ഒന്ന് ശുദ്ധവായു ശ്വസിച്ചു കഴിഞ്ഞാലൊക്കെ അത് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതും ഇത്തരത്തിലുള്ള ഹൃദയ ബുദ്ധിമുട്ടുകളുടെ ഒരു ലക്ഷണമായേക്കാം. സോ ഇങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ, ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരും പോവും. ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഗ്യാസിന്റെ മരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസിനെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിഴുങ്ങും. നമ്മൾ വിചാരിക്കുക ആ മരുന്ന് കഴിച്ചുകൊണ്ട് അത് മാറിയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചില വേദനകളാണ്. അത് നിങ്ങളെ കഴിച്ച മരുന്നുകൊണ്ടല്ല, അത് അതിന്റെ സ്വഭാവം അതായതുകൊണ്ടാണ് അത് മാറുന്നത്. പക്ഷേ അത് പെർമനന്റ് ആയിട്ട് പോകുന്നതല്ല. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും മുൻവിധിയോടുകൂടി ഇത് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വേണ്ട ടെസ്റ്റുകൾ നിങ്ങൾ ദയവ് ചെയ്തൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ECG ആണ്. ECG ചെയ്ത് നോക്കുക. പിന്നെ പലപ്പോഴും അവർ രക്തത്തിൽ ട്രോപ്പോണിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. അതായത് ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് TMT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതായത് നിങ്ങളൊന്ന് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക എന്തെങ്കിലും, അപ്പം അങ്ങനത്തെയുള്ള ചേഞ്ചുകൾ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് TMT ടെസ്റ്റ് പറയും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് എന്ത് ടെസ്റ്റുകൾ വേണം. ഇപ്പം ഇതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആൻജിയോഗ്രാം എടുക്കാൻ പറയും. അതായത് ഹൃദയത്തിലേക്കുള്ള ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആൻജിയോഗ്രാം ആവശ്യമായിട്ട് വരില്ല. പക്ഷേ അത് ഡോക്ടർ തോന്നുകയാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ടെസ്റ്റുകളൊക്കെ ഓരോരുത്തരെയും നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള എല്ലാവരും ചെയ്യേണ്ടതാണ്. നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പല തിരക്കുകൾ, നമ്മുടെ ജോലി തിരക്കുകൾ, നമുക്ക് വേറെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നവാസ് ചെയ്ത പോലെ തന്നെ നമുക്ക് നാളെ ആവട്ടെ കുഴപ്പമില്ല, ഇതിപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും അതിനെ ഡിലേ ചെയ്യിക്കും. പക്ഷേ ചിലപ്പോൾ ജീവിതം നമുക്ക് ആ നാളെ തന്നു എന്ന് വരില്ല. ചിലപ്പോൾ അന്നത്തോടു കൂടി തന്നെ നമുക്കറിയില്ല. ഇപ്പോൾ നവാസ് വിചാരിച്ചിട്ടുണ്ടാവുക ഷൂട്ടിംഗ് കഴിഞ്ഞു, അന്ന് ലാസ്റ്റ് ദിവസമാണ്, ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പാണ്, നാളെ പോയിട്ട് ഡോക്ടറെ കാണാമെന്നായിരിക്കില്ലേ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ കരുതുക. പക്ഷേ അദ്ദേഹത്തിന് ആ നാളെ കിട്ടിയില്ല. അപ്പോൾ നമുക്കറിയില്ല ആർക്കൊക്കെയാണ് ആ നാളെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. സോ പ്ലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കുക കേട്ടോ. ബൈ. ലോക വാസ്കുലാർ ദിനമായിരുന്നു കഴിഞ്ഞുപോയ ഓഗസ്റ്റ് 6. ഓരോ വർഷവും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനായി ഈ ദിനം ആചരിക്കുന്നു. ഹൃദയം മുതൽ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്ന ധമനികളും സിരകളും ശരിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. എന്നാൽ അസുഖകരമായ ജീവിതശൈലികൾ, തെറ്റായ ഭക്ഷണക്രമം, വ്യായാമക്കുറവ്, പുകവലി എന്നിവ മസ്കുലാർ രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നു. ഈ ദിനം ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിച്ച് രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതിന്റെ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നത് വാസ്കുലാർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ വാസ്കുലാർ സർജനുമായ ഡോക്ടർ M ഉണ്ണികൃഷ്ണനാണ്. നമുക്ക് ഡോക്ടർ പറയുന്നത് കേൾക്കാം. വാസ്കുലർ ആൻഡ് എൻഡോവാസ്കുലർ സർജറി എന്നാൽ രക്തധമനി രോഗങ്ങളെന്ന് ചുരുക്കത്തിൽ പറയാം. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ഓരോരോ അവയവങ്ങളിലേക്കും പ്രവഹിക്കാനുള്ള രക്തക്കുഴലുകളും അതിനു പുറമെ മഹാധമനിയും പിന്നീട് അശുദ്ധമായ രക്തം, കാർബൺ ഡൈ ഓക്സൈഡുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലും പോകുന്ന ആ ഒരു ട്യൂബിംഗ് സിസ്റ്റമാണ് രക്തധമനികളെന്ന് പറയാം. രക്തധമനി
അസുഖങ്ങൾ ശുദ്ധ രക്തക്കുഴലിനെ ബാധിക്കാം, അശുദ്ധ രക്തക്കുഴലിനെ ബാധിക്കാം. ലിംഫാറ്റിക്സ് എന്ന മൂന്നാമത്തെ ഒരു ചെറുതരം രക്തക്കുഴലിനെയും ബാധിക്കാം. എന്നിരുന്നാലും ശുദ്ധ രക്തക്കുഴലുകളിലൂടെ ഓക്സിജൻ, ഹോർമോൺസ്, ബാക്കിയുള്ള ഗ്ലൂക്കോസ്, എല്ലാ തരമുള്ള കശേരുക്കളെയും സെല്ലുകളെയും പ്രവർത്തിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ശുദ്ധരക്തക്കുഴലിലാണ് ഓരോ അവയവങ്ങൾക്കും ചെല്ലുന്നത്. ഇവയുടെ അസുഖമാണ് കൂടുതലായിട്ടും ഒരു സിസ്റ്റത്തിന്, അതായത് ഹൃദയത്തിനാവാം, തലച്ചോറിനാവാം, കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞാൽ കാലുകൾക്കാവാം, കിഡ്നിയിലേക്കാവാം. അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന മിക്ക അസുഖങ്ങളിലും ഭൂരിഭാഗത്തിനും രക്തക്കുഴലുകളുടെ കൊഴുപ്പിൻ്റെ അംശവും കൊളസ്ട്രോൾ വന്നടിയുന്ന പ്രയാസം കൊണ്ടുള്ളതാണ്. ഇതിനെ പൊതുവെ നമ്മൾ ജീവിത ശൈലി രോഗങ്ങളെന്ന് പറയും. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഒരു 10 രോഗികൾ നമ്മളെടുത്താൽ 8 പേർക്കും ഈ 60-65 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഉണ്ടാവുക. എന്തെന്നാൽ സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോൺ ഇതിനെതിരെ പ്രൊട്ടക്ഷനാണ്, കൊളസ്ട്രോൾ ഡെപ്പോസിഷനും രക്തോട്ടം കുറയുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ജീവിത ശൈലി ഒരു വിധത്തിൽ നമ്മൾ ഡിസിപ്ലിനായി കൊണ്ട് നടക്കേണ്ടത് ഒരു 30-40 വയസ്സ് തൊട്ട് തുടങ്ങണം. ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുക, ചെറിയ തോതിലെങ്കിലും വ്യായാമം ചെയ്യുക. അതേസമയം പ്രത്യേകിച്ച് ഈ പുകവലി തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ജീവിതത്തിലെ പല നമ്മുടെ ഈ ഓട്ടത്തിൽ നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ അസുഖം വരാം, ഒരുപക്ഷെ ടെൻഷൻ കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലാകാം, രക്താതിസമ്മർദ്ദം വരാം. ഇതെല്ലാം ഒരുവിധം HbA1c എന്ന 4 മാസത്തെ കണക്കുള്ള പ്രമേഹത്തിന് ഒരു 6-6.5-7% വരെ കൺട്രോൾ ചെയ്യുക. അത് ഭക്ഷണത്തോടുകൂടിയും മരുന്നുകളുടെ സഹായത്തോടും ആവാം. ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും ചെറിയ തോതിൽ നടപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 മിനിറ്റ് നേരം വ്യായാമം ചെയ്യുകയും ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു 1-1.5 കിലോമീറ്റർ ദിവസം നടക്കുകയും ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമമായി. ഭക്ഷണം 45-50 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചാ സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഇനിയെല്ലാം ഈ കൊളസ്ട്രോളും ഫാറ്റുമായി നമ്മുടെ ശരീരത്തിലും വയറിലും ഹൃദയത്തിൻ്റെ പുറത്തും കിഡ്നിയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുക, പുകവലി നിർത്തുക, പ്രമേഹവും രക്താതിസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക, അധികം ടെൻഷനില്ലാതെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വളരെ അതിമോഹങ്ങളൊന്നുമില്ലാതെ നമുക്ക് ചെയ്യേണ്ട ജോലി ചെയ്യുകയും അതിന് തീർച്ചയായിട്ടും ഈശ്വരൻ അത് നമുക്കൊരു തീർച്ചയായിട്ടും അതിനുള്ള ബലം കാണിക്കും. ഇതാണ് ഒരു വാസ്കുലർ സർജൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഈ ആഴ്ച വാസ്കുലർ ദിനമായിട്ടാണ്, രക്തധമനി ദിവസമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടാടുന്നത്. ഈ വാരം മുഴുവൻ അതിനുള്ള അഭിപ്രായങ്ങളും അതിന് സാധാരണക്കാർ എന്ത് ചെയ്യണമെന്നുള്ള ഇത് വാക്കത്തോൺ എന്നിവ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 6-ാം തീയതി വാസ്കുലർ ദിനമെന്നും ആഘോഷിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മേൽപ്പറഞ്ഞ വിവരങ്ങളാണ്. നന്ദി, നമസ്കാരം. തുടർച്ചയായ മഴ പനിക്കാലം കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. മഴക്കാലത്ത് പനിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ സാധ്യത ഗണ്യമായി ഉയരുന്നു. മഴവെള്ളം കെട്ടിക്കിടക്കുന്നിടങ്ങളിൽ കൊതുകുകൾ വളരുന്നതിനാൽ ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ വ്യാപകമാകുന്നു. കൂടാതെ വെള്ളം മലിനമാവുകയും ശുചിത്വക്കുറവും ഉണ്ടാകുമ്പോൾ ടൈഫോയിഡ്, ലെപ്റ്റോസ്പിറോസിസ് പോലുള്ള ബാക്ടീരിയ, വൈറസ് രോഗങ്ങളും പടരാൻ സാധ്യത കൂടുതലാണ്. കാലാവസ്ഥയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും വൈറൽ പനികളും എളുപ്പത്തിൽ ബാധിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ജാഗ്രതയും മുൻകരുതലുകളും അത്യന്താപേക്ഷിതമാണ്. വീടിനും പരിസരത്തുമുള്ള വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുക, കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഇല്ലാതാക്കുക എന്നിവ പ്രഥമമാണ്. തിളപ്പിച്ച അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത കുടിവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. വ്യക്തിപരമായ ശുചിത്വം പാലിക്കുകയും കൊതുകുകടി തടയാൻ പൂർണ്ണ വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുക് വലയും റെപ്പല്ലന്റുകളും ഉപയോഗിക്കുകയും വേണം. പനി, ശരീരവേദന, തലവേദന, ചർമ്മത്തിലെ ചുവപ്പ് പാടുകൾ, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ അവയെ അവഗണിക്കാതെ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. സമയബന്ധിതമായ ചികിത്സ രോഗബാധയുടെ ഗുരുതര പ്രത്യാഘാതങ്ങൾ തടയും. മുൻകരുതലുകളും ബോധവൽക്കരണവും വഴി മഴക്കാലത്തെ പനിജന്യ രോഗങ്ങളെ ഗണ്യമായി കുറച്ച് സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാം.
ഇന്നൊരൽപ്പം മുട്ടക്കഥ കേട്ടാലോ? മുട്ട ഇഷ്ടമില്ലാത്തവർ ആരുമില്ലല്ലേ? പക്ഷെ മുട്ടയുടെ ഗുണങ്ങൾ ചെറുതല്ല. കൊഴുപ്പിനെ പേടിച്ചിട്ട് മുട്ട തിന്നാത്തവരാണ് കൂടുതൽ. എന്നാൽ മുട്ടയെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നവർ ഒരുപാടുണ്ട്. മുട്ട പ്രേമികളും മുട്ട വിരോധികളും ഒക്കെ അറിയാനുള്ള ചില മുട്ടക്കാര്യങ്ങൾ പറയുകയാണ് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ സരിൻ. ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. നമ്മൾ കേരളീയർ ദൈനംദിനമായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് മുട്ട. നമുക്കറിയാം, ഇപ്പോ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ വരെ മുട്ട ഉപയോഗിക്കാറുണ്ട്, അല്ലെ? കാരണം മുട്ട വളരെ ആരോഗ്യത്തിന് നമുക്ക് ആവശ്യമുള്ള നല്ല പ്രോട്ടീനുകളും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ തന്നെ 1% ആളുകൾ മുട്ട ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുട്ട എന്ന് പറയുന്ന, എഗ് എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അത് തന്നെ നമ്മൾ പലതരം മുട്ടകൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോഴിമുട്ടയാണ്. കാടമുട്ട ഉപയോഗിക്കാറുണ്ട്, താറാമുട്ട ഉപയോഗിക്കാറുണ്ട്. സോ ഇപ്പോ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണ്ടത്. ഇത് അത്രയും ഒരു തേങ്ങയുടെ അത്ര വലിപ്പമുള്ള ഒട്ടകപ്പക്ഷിയുടെ മുട്ടയും ഞാൻ ഇപ്പൊ കണ്ടു. അപ്പോ പറഞ്ഞു നേടും, ഈ മുട്ടയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഓർമ്മ വന്നു, കേപ്പ് ടൗണിൽ കണ്ടത്. അത് പറഞ്ഞു നേടും. സോ പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖല കൂടിയാണ് മുട്ട. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇടയിൽ പ്രചാരം നേടിയ തെറ്റിദ്ധാരണകൾ, എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഹോൾ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കൂടും എന്നൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ മഞ്ഞക്കരു മാറ്റിയിട്ട് വെറും വെള്ള കഴിക്കുന്ന ഒരു ശീലമുണ്ട്. നോക്കൂ, ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാം. കാരണം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് പ്രോട്ടീൻ. നമുക്ക് വേണ്ട എല്ലാ നല്ല പ്രോട്ടീനുകളും വൈറ്റമിൻ ഡിയും കൊളീൻ പോലെയുള്ള വസ്തുക്കളും നല്ല അളവിൽ വൈറ്റമിൻ എയും ഒക്കെ അടങ്ങിയിരിക്കുന്ന, നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ ആണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു മുട്ട കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ആർക്കും വരില്ല. കാരണം നമ്മുടെ ദൈനംദിനമുള്ള ചയാപചയം അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആവശ്യമാണ്. നമ്മുടെ കോശങ്ങളുടെയൊക്കെ ആ ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ് പണ്ട് നമ്മൾ വരച്ചത് ഓർമ്മയുണ്ടോ? ഒരു സെല്ലിനെ പറ്റി വരച്ച സമയത്ത് ഏറ്റവും പുറമെ അതിന്റെ ആ ഒരു ആവരണത്തിനെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ബയോളജിയിൽ വരച്ചത് ഓർമ്മയില്ലേ? അപ്പൊ നമ്മുടെ കോശങ്ങളുടെ സെൽ മെംബ്രെയിൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫാറ്റ് ആവശ്യമുണ്ട്. അപ്പൊ കൊഴുപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒരു സംഭവമല്ല, നല്ല കൊഴുപ്പ്. അപ്പൊ നമുക്ക് വേണ്ട നല്ല കൊഴുപ്പ് തരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട. അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ കളയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം ഒരു മുട്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഒരു മുട്ടയിൽ കൂടുതൽ മഞ്ഞ കഴിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു മുട്ട കഴിക്കാം. ഇനി പ്രോട്ടീൻ വേണ്ട ആളുകൾക്ക് ഒരു ഫുൾ മുട്ടയും, ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം കഴിക്കാം. മുട്ടയുടെ വെള്ളയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, അത് ആൽബുമിൻ ആണ്. സോ കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു കംപ്ലീറ്റ് മുട്ടയും പിന്നെ വേണമെങ്കിൽ ബാക്കി മുട്ടയുടെ മഞ്ഞ കളഞ്ഞ് വെള്ള മാത്രവും വേണമെങ്കിൽ കഴിക്കാം. സോ ആദ്യത്തെ തെറ്റിദ്ധാരണ, മുട്ട ഒരു ദിവസം ഒരു മുട്ട വെച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടും എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റിദ്ധാരണ. ഇല്ല, അത് നിങ്ങൾക്ക് ഹാനികരമല്ല. ഒന്നാമത്തെ. രണ്ടാമത്തേത്, 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ പറഞ്ഞ് ഈ കാടമുട്ടയ്ക്ക് എന്തോ ഭയങ്കരമായ മെഡിസിനൽ വാല്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങള്, കാടമുട്ടയ്ക്കും കാട ഇറച്ചിക്കും ഒക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പലരും ഈ ആസ്മ പോലെയുള്ള, അലർജി പോലെയുള്ള പല അസുഖങ്ങളും മാറാൻ കാടമുട്ട കഴിച്ചാൽ മതി, അതിനെന്തോ ഭയങ്കരമായിട്ടുള്ള മാജിക്കൽ പവർ ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. തെറ്റാണ്. അങ്ങനെയുള്ള യാതൊരു ശാസ്ത്രീയപരമായിട്ടുള്ള വസ്തുതകളും അതിന് പിറകിലില്ല. ഒരു മുട്ടയുടെ ന്യൂട്രീഷണൽ വാല്യൂ, അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര കൊഴുപ്പുണ്ട് എന്നൊക്കെ അടങ്ങിയിരിക്കുന്നത് ആ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ്. സോ കാടമുട്ട നമ്മൾ കാണാറുണ്ട്, അത് കുഞ്ഞു മുട്ടയാണ്. സോ അതിന് അങ്ങനെ പ്രത്യേകിച്ചിട്ട് വലിയ മാജിക്കൽ പവർ ഒന്നുമില്ല. കോഴിമുട്ടയെ അപേക്ഷിച്ചിട്ട് അതില് പ്രോട്ടീന്റെ അംശവും കൊഴുപ്പിന്റെ അംശവും ഒക്കെ കുറവാണ്. കാരണം അത് മനുഷ്യന്മാർക്ക് ലോജിക്കായിട്ട് ആലോചിച്ച് അറിയുന്ന കാര്യമുള്ള ഒരു കുഞ്ഞു മുട്ടയാണ്. നമുക്ക് ഒരു 3-4 കാടമുട്ട ചേർത്ത് വെച്ചാൽ ഒരു കോഴിമുട്ടയുടെ വലിപ്പം വരും. സോ ഇത്തരത്തിൽ ഈ പറയുന്ന അലർജി മാസ്മയെന്ന് മാറ്റാനുള്ള യാതൊരു മാജിക്കൽ പവറും ഈ കാടമുട്ടയ്ക്ക് ഇല്ല. അപ്പോ നിങ്ങൾ ഒരു കോഴിമുട്ട കഴിക്കണതിന്റെ ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് കാടമുട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 കാടമുട്ടയെങ്കിലും നിങ്ങൾ കഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോ അത് രണ്ടാമത്തെ. കാടമുട്ട കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് വലിയ മാജിക് ഒന്നും സംഭവിക്കില്ല. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, ഈ താറാമുട്ട, ഈ പൈൽസ് പോലെ, അർശസ് പോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് താറാമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ തന്നെ എന്തോ ഭയങ്കരമായ ഒരു മെഡിസിനൽ വാല്യൂ, അതും ശാസ്ത്രീയപരമായിട്ട് ഒന്നും തെളിയിക്കപ്പെട്ടതല്ല. താറാമുട്ടയും കോഴിമുട്ടയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്
താറാമുട്ടയ്ക്ക് കുറച്ചുകൂടി ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്. കാരണം താറാമുട്ടയുടെ വലിപ്പം നിങ്ങൾക്ക് അറിയാം, കോഴിമുട്ടയും താറാമുട്ടയും വെച്ച് കഴിഞ്ഞാൽ താറാവിന്റെ മുട്ട കുറച്ചുകൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ കോഴിമുട്ടയേക്കാൾ കൂടുതൽ പ്രോട്ടീനും കോഴിമുട്ടയേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റും കോഴിമുട്ടയേക്കാൾ കൂടുതൽ കൊഴുപ്പും, പ്രത്യേകിച്ച് കൊഴുപ്പാണ് ഈ പറയുന്ന താറാമുട്ടയിൽ കുറച്ച് കൂടുതൽ. അപ്പോൾ നിങ്ങൾ കോഴിമുട്ടയും താറാമുട്ടയും വെച്ച് നോക്കുകയാണെങ്കിൽ താറാമുട്ടയിലാണ് കൊളസ്ട്രോൾ ഒക്കെ കുറച്ചുകൂടി കൂടുതൽ. കാരണം അതിന്റെ മഞ്ഞക്കരു കോഴിമുട്ടയേക്കാൾ കൂടുതൽ വലുതാണ്. അപ്പോൾ ഒബ്വിയസ്ലി മഞ്ഞക്കരു വലുതായത് കൊണ്ട് തന്നെ കൊഴുപ്പിന്റെ അംശവും കൂടുതലായിരിക്കും, ഒബ്വിയസ്ലി കൊളസ്ട്രോളിന്റെ അംശവും കൂടുതലായിരിക്കും. സോ കോഴിമുട്ട കഴിക്കുന്നേക്കാൾ കൂടുതൽ പ്രോട്ടീനും കൊഴുപ്പൊക്കെ കിട്ടാൻ സാധ്യത താറാമുട്ട കഴിക്കുമ്പോഴാണ്. എന്നാൽ താറാമുട്ട കഴിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള പൈൽസ് രോഗമൊക്കെ അങ്ങ് ആവിയായി പോകും എന്നൊക്കെ പറയുന്നത് മഹാവിഡ്ഢിത്തരമാണ്. പൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു സർജൻ ഡോക്ടറെ കൊണ്ടേ കാണിക്കുകയാണ് വേണ്ടത് കേട്ടോ. പക്ഷെ താറാമുട്ട മോശമല്ല, താറാമുട്ട കഴിക്കാം. ഈ പറയുന്ന പോലെ കോഴിമുട്ട കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണഗണങ്ങളൊക്കെ നിങ്ങൾക്ക് താറാമുട്ട കഴിക്കുമ്പോൾ കിട്ടും. ഇനി അടുത്ത തെറ്റിദ്ധാരണ, കോഴിമുട്ടയിൽ തന്നെ നാടൻ കോഴിമുട്ട കഴിക്കുന്നതാണ് ഭയങ്കര നല്ലത്. ഈ പറയുന്ന നമ്മള് മറ്റേ കോഴിയില്ലേ, എന്താ ഇതിന് പറയാ, വൈറ്റ് ലഗൂൺ കോഴിയോ, ആ കോഴിയുടെ നമുക്കിപ്പോ ഈ പല സ്ഥലത്തു നിന്നൊക്കെ വരുന്ന വെള്ളമുട്ട, ഈ വെള്ളമുട്ട കഴിച്ചു കഴിഞ്ഞാൽ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇങ്ങനെ വളർത്തുന്ന കോഴികൾക്ക് എന്തൊക്കെയോ ഹോർമോണുകൾ കുത്തിവെച്ചിട്ടാണ് ആ കോഴികളെ വളർത്തുന്നത്, അവർക്ക് എന്തൊക്കെ ആന്റിബയോട്ടിക് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഈ പറയുന്ന വെള്ളമുട്ടയിലുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നാടൻ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആണ്. അപ്പൊ അതുകൊണ്ട് നാടൻ മുട്ട നമ്മുടെ മറ്റേ വെള്ളമുട്ടയേക്കാൾ എന്തോ വലിയ നല്ലതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ. അതിനും വലിയ അർത്ഥമൊന്നുമില്ല. ശാസ്ത്രീയമായിട്ട് യാതൊരു ബാക്കപ്പും ഇല്ലാത്ത സാധനമാണ്. ഈ നാടൻ മുട്ടയായാലും വൈറ്റ് മുട്ടയായാലും രണ്ടിലും ഏകദേശം ഒരേ അളവിലാണ് പ്രോട്ടീനിന്റെ കണ്ടന്റും ഫാറ്റിന്റെ കണ്ടന്റും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന മറ്റേ കോഴികൾക്ക് എന്തൊക്കെയോ കുത്തിവെച്ചിട്ടാണ് അതിന്റെ പ്രശ്നങ്ങൾ മുട്ട വെറുതെയാണ് കേട്ടോ. ആ കോഴികൾക്ക് അങ്ങനെ ഹോർമോണുകൾ കുത്തിവെക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളാണ്. അങ്ങനെയുള്ള കോഴികളുടെ ഇറച്ചി കഴിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഹോർമോണൽ പ്രശ്നങ്ങൾ വരില്ല. ആ മുട്ട കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും വരില്ല. ഇതൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ബേസിസും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നാടൻ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാടൻ മുട്ട കഴിച്ചോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാടൻ മുട്ട തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പുറകെ പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമുട്ട പലപ്പോഴും പല ഈ ചായയിലൊക്കെ മുക്കിയിട്ട് നാടൻ മുട്ടയാക്കിയിട്ട് ഈ കളറ്, കാരണം പലരും ഈ കളറ് കാണുമ്പോൾ അവർക്ക് എന്തോ അതിനോട് അട്രാക്ഷൻ ആണ് അല്ലെ, ആ ഒരു ചെറിയ തവിട്ട നിറത്തിലുള്ള ഒരു കളറ് കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഈ വെള്ളമുട്ട പലതിലും മുക്കിയെടുത്തിട്ട് നാടൻ മുട്ടയാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന കള്ളന്മാര് വരെ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോ നാടൻ മുട്ടയായാലും വെള്ളമുട്ടയായാലും ദിവസേന ഓരോ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈ പറയുന്ന നമുക്ക് പല സ്ഥലത്തുനിന്ന് ഇപ്പോ തിരുപ്പൂരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കയറ്റി വരുന്ന ഈ വെള്ളമുട്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. എല്ലാവർക്കും ധൈര്യമായിട്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഡെയിലി, ഇപ്പൊ നിങ്ങൾ പറയാറില്ലേ ഡെയിലി ഓരോ മുട്ട കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾ പരസ്യങ്ങളൊക്കെ ടി വിയിൽ കാണുന്നില്ലേ, അത് ശരിക്കും നല്ലതാണ്. കുട്ടികൾക്കെങ്കിലും ഡെയിലി ഓരോ മുട്ട കൊടുക്കുന്നത്, കാരണം ഇറ്റ്സ് എ കംപ്ലീറ്റ് പ്രോട്ടീൻ കേട്ടോ. അത് അവരുടെ ആരോഗ്യത്തിനെയും ബുദ്ധിശക്തിയും ഒക്കെ വളരെയധികം സഹായിക്കും. സോ ഒരു മുട്ട ഡെയിലി കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മുട്ടയെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നല്ലോ. അപ്പൊ നാടൻ മുട്ടയായാലും താറാമുട്ടയായാലും കാടമുട്ടയായാലും ഇനി വെള്ളമുട്ടയായാലും ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബൈ. മറ്റു പുതിയ വിഷയങ്ങളുമായി ആരോഗ്യമാനന്ദം പരിപാടി ഇനി അടുത്ത ആഴ്ച.